ദൈവം എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് ഞാൻ എൻ്റെ അപേക്ഷകൾ സമർപ്പിക്കും. അവിടുന്ന് എനിക്ക് അവയെല്ലാം അനുഗ്രഹങ്ങളായി നൽകുകയും ചെയ്യും. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വചനഭാഗങ്ങളാണ്. ക്രിസ്തു എപ്രകാരമാണ് രാജസേവകൻ്റെ മരിക്കാറായി കിടന്ന മകനെ സുഖപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും പല ആവശ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, എപ്രകാരമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് എന്നീ രാജസേവകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരം നാം പാടെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. രാജകൊട്ടാരത്തിലെ തൻ്റെ പദവിയുടെയും സ്ഥാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും അഹങ്കാരവും ഹുങ്കുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കഫർനാമിൽ വസിച്ചിരുന്ന ഈ രാജസേവകൻ 20 മൈൽ ദൂരം യാത്ര ചെയ്ത് അന്നത്തെ സമൂഹത്തിൽ സ്ഥാനം കൊണ്ട് വെറുമൊരു ആശാരിയായിരുന്ന ക്രിസ്തുവിനെ തേടി വരികയാണ്. കാരണം ഒന്ന് മാത്രം: ക്രിസ്തു പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളെയും കുറിച്ച് അവൻ കേട്ടിരുന്നു. മാത്രമല്ല, ക്രിസ്തു ദൈവപുത്രനാണെന്നും ക്രിസ്തുവിന് തൻ്റെ മകനെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും അവന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്കാർക്കും അത്ര കണ്ട് രസിക്കാത്ത രീതിയിലാണ് ക്രിസ്തു ഈ രാജസേവകനോട് സംസാരിക്കുന്നത്. നീ വന്ന് എൻ്റെ മകനെ സുഖപ്പെടുത്തണമേ, കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരേണമേ എന്ന് ക്രിസ്തുവിനോട് രാജസേവകൻ അപേക്ഷിക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ വന്ന് ക്രിസ്തു എൻ്റെ മകനെ സുഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ക്രിസ്തു പറയുകയാണ്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയായ സിറിയാക്കാരൻ നാമാനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എലീശ പ്രവാചകൻ തൻ്റെ പക്കൽ വന്ന് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് തൻ്റെ കുഷ്ഠരോഗത്തിൽ നിന്ന് തന്നെ സുഖപ്പെടുത്തുമെന്ന് അവൻ പ്രതീക്ഷിക്കുമ്പോൾ 7 പ്രാവശ്യം നീ ജോർദാൻ നദിയിൽ ചെന്ന് കുളിക്കുക എന്ന് എലീശ പ്രവാചകൻ പറയുന്നത് കേട്ട് കുപിതനായി അവൻ മടങ്ങിപ്പോയതുപോലെ ഈ രാജസേവകനും മടങ്ങിപ്പോകാമായിരുന്നു. എന്നാൽ നിന്റെ മകൻ സുഖം പ്രാപിക്കും, പോയിക്കൊള്ളുക എന്നു ക്രിസ്തു പറഞ്ഞ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് തെല്ലും ആശങ്കയില്ലാതെ ഭയമില്ലാതെ അവൻ മടങ്ങിപ്പോവുകയാണ്. പോകും വഴി മരിക്കാറായി കിടന്നിരുന്ന തൻ്റെ മകൻ, ക്രിസ്തു നിന്റെ മകൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ സമയത്ത് തന്നെ സുഖം പ്രാപിച്ചതായി തൻ്റെ ഭൃത്യൻ വന്ന് പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ എല്ലാവരുടെയും സ്വർഗീയ പിതാവാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിന്ന് അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലെ രാജസേവകനെ പോലെ നമ്മുടെ അഹങ്കാരമെല്ലാം മാറ്റിവെക്കാം. ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.